ഒരു ദളം മാത്രം ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നാൽ ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നാൽ കപട കപോലങ്ങൾ ഉള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി കപട കപോലങ്ങൾ ഉള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു. ഹായ് മക്കളെ, അമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. രാവിലെ അമ്മ എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കാല് താണ്ട് ഇച്ചിടെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് താണ്ടെ ചായ, ചൂട് ചായ കുടിക്കുകയാണ്. എല്ലാ മക്കളും രാവിലെ ചായയൊക്കെ കുടിച്ചോ? അപ്പം അമ്മ ചായ കുടിക്കുകയാണ്. മക്കളെ അമ്മ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് കുറച്ച് ചൂട് വെള്ളം കുടിക്കാം. ഇത് രാവിലെ കാപ്പി ഉണ്ടാക്കിയില്ല കേട്ടോ, അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഞ്ഞിയായിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കഞ്ഞി വെന്തില്ല, കുറച്ച് ചൂട് തുളസിയിലൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കണ്ടോ. നമുക്ക് കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്രഷ് ചാള കിട്ടിയിട്ടുണ്ട്. അടിപൊളി ചാള കണ്ട, 8 2 4 6 8 ചാള. 8 ചാളയ്ക്ക് 100 രൂപ. അപ്പം നമുക്ക് ഈ ചാളയെ കണ്ടിച്ചൊക്കെ നല്ല സെറ്റാക്കി വെച്ചാൽ നമുക്കത് ഒന്നുകൂടെ കഴുകിയെടുക്കാം. കഴുകിയൊക്കെ സെറ്റാക്കി വെച്ചേക്കുവാണ്, അപ്പോൾ കഴുകിയെടുക്കും. അപ്പം നമുക്ക് ചാള ഇന്ന് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മളൊന്ന് പുളി വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എണ്ണ ചേർക്കുന്നില്ല. അപ്പോൾ അമ്മ അതിനായിട്ട് ചെയ്തിട്ടുള്ളത് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, കൊച്ചുള്ളി, പിന്നെ പച്ചമുളക് ഒരു 4 കീറിയത്, കുഞ്ഞ് 2 തക്കാളി, പിന്നെ ഇച്ചിരി പുളി പിഴിയാനുള്ളത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചട്ടിയിലോട്ട് അമ്മ ചട്ടി വെച്ച് അതിനകത്തോട്ട് അമ്മ ഇഞ്ചി ഇട്ട്, വെളുത്തുള്ളി ഇട്ട്, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട്, ഇത് മൂന്നും ആദ്യം നമുക്കൊന്ന് ഞെവിടി കൊടുക്കാം നല്ലോണം. ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി. ഇതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ കറി വെക്കുന്നത്. കറിയെല്ലാം നമ്മൾ വറ്റിക്കുകയാണ് ചാള. അത് നമ്മളിതിലോട്ട് എണ്ണ ചേർക്കുന്നില്ല. ഇതിലോട്ട് നമ്മൾ തക്കാളി, പച്ചമുളക് ലാസ്റ്റ് എടുത്തുള്ളൂ, തക്കാളി. അപ്പോൾ തക്കാളിയും വെച്ച് നമുക്കൊന്ന് ഞെവിടാം. നല്ലോണം ഒന്ന് ഞെവിടി കൊടുക്കണേ, വൃത്തിയായിട്ട് ഞെവിടണം. ഉടച്ച് പേസ്റ്റാക്കരുത്, പേസ്റ്റാക്കി അതിൻ്റെ രുചി വേറെ ഉണ്ടാവും. അടച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് മഞ്ഞപ്പൊടി അമ്മതാണ്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ മുളക് പൊടി നമുക്ക് 1.5. പിന്നെ ഈ ചെറിയ സ്പൂണിനപ്പം ഒരു 3.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു നുള്ളി ഇടുന്നുള്ളൂ, ഒരു നുള്ളു മല്ലിപ്പൊടി. അപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം നമുക്കാണ് ഞെടാം. എണ്ണയില്ലാതെ നമുക്ക് മുളക് പറ്റിച്ച് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്, ചാള വറ്റിക്കുന്നത്. കുക്കറി ഇട്ട് ഞെടി എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് പുളി, നമ്മളെടുത്ത് വെച്ച പുളിയില്ലേ, പുളി അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പുളി നല്ലോണം അങ്ങോട്ട് ഞെപ്പിടാം. കണ്ട ഒരു കുഞ്ഞ് പുളി എടുക്കാവും കേട്ടോ, കാരണം 2 തക്കാളി എണ്ണ ഇടുന്നുണ്ടേ. ഒരു കുഞ്ഞ് പുളി വെള്ളം അതിനകത്തൊക്കെ ഒഴിച്ച്. ഇനി നമുക്ക് ഈ പച്ചമുളക് 4 പച്ചമുളക് അങ്ങോട്ട് ഇട്ട്
നല്ലോണം ഞെരടി കണ്ട ഇത്രയും വെള്ളമേ എണ്ണ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്കിത് എത്തിച്ചിട്ട് ഗ്യാസിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് അതിനകത്തോട്ടിടാം. നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ, കല്ലുപ്പാണ് ഇടുന്നത്. അപ്പം നല്ല ഒരു 1/2 സ്പൂൺ കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ, കല്ലുപ്പ്. എന്നിട്ട് നമുക്കിത് നല്ലോണം അങ്ങോട്ട് യോജിപ്പിക്കാം. കണ്ട കല്ലുപ്പൊക്കെ ഇട്ടുണ്ട്. ചാള വറ്റിക്കുകയാണ്, എണ്ണയില്ലാതെ വറ്റിക്കുകയാണ്. എണ്ണയില്ലാതെ വറ്റിക്കുക. ഇതിനകത്ത് എണ്ണയൊന്നും ചേർക്കുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. എണ്ണ ചേർക്കുന്നില്ല, കടുക് വറുക്കുന്നില്ല, ഉലുവ ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചാള ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേനും അമ്മ അരി ഇതാ വെച്ചിട്ടുണ്ട്, അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരി വെന്തോന്ന് നോക്കട്ടെ. അത് വെള്ള അരിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ, വെള്ള അരി. അരി വേവട്ടെ. അരി വെന്തില്ല, കുറച്ചുകൂടെ വേവുണ്ട്. അപ്പോൾ വേവട്ടെ. നിങ്ങളെല്ലാവരും ആരും കാപ്പിയൊക്കെ കുടിച്ചോ? ഇത് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. അമ്മ രാവിലെ എൻ്റെ പോയി ചാള കണ്ടപ്പോൾ വിചാരിച്ച് ഇതൊക്കെ വറ്റിച്ചിട്ട് നമുക്ക് ചോറുണ്ണാൻ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴെല്ലാം രാജ്യത്തെ കാപ്പിയൊക്കെ കുടിച്ചത്. പിന്നെ ഇതിനിടയ്ക്ക് വേറെ സംഭവഗതമായ ഒരു കാര്യം നടന്ന് അമ്മയുടെ കാലിലെ പ്ലാസ്റ്റർ അമ്മയെ കഴിച്ചു കളഞ്ഞ്. കാണുന്നത് പറഞ്ഞാൽ ഭയങ്കര ചൊറിച്ചില്ല. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വേദനയൊക്കെ കുറച്ച് കുറവുണ്ട്, ഇപ്പം വേദനയൊക്കെ കുറവുണ്ട്. പിന്നെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ജോലികളൊന്നും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ കൊണ്ട് അഴിച്ചാൽ പക്ഷെ പ്രശ്നമൊന്നുമില്ല. രാവിലെ എൻ്റെ ചെടിക്കുട്ടന്മാർക്കൊക്കെ ചെടിക്കകത്ത് വെള്ളമൊക്കെ ഒഴിക്കണ്ടായിരുന്ന അവത്തുങ്ങളെല്ലാം ഈ ചൂട് വെയിലത്ത് കടന്ന് നല്ല ദാഹിച്ച് വലഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പം നമ്മളകത്തോട്ട് വല്ലതും ചെല്ലുമ്പോൾ അവത്തുങ്ങൾക്ക് വല്ലതും കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ 2 കിളിക്കുട്ടന്മാരുണ്ടല്ലോ, നമ്മളെ ചിങ്കിടും ഡിങ്കിടും, അവന്മാർക്ക് ആഹാരം കൊടുക്കണം. അതൊക്കെ കൊണ്ട് തന്നെയാണ്. പിന്നെ ഡിങ്കുളിനെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവന്മാർക്കൊക്കെ ആഹാരം കൊടുക്കണം, പിന്നെ വെള്ളം ഒഴിക്കണം, ചെയ്ത കുഞ്ഞുങ്ങൾക്കെല്ലാം വെള്ളം കൊടുക്കണം. പിന്നെ വീട്ടിലെ ജോലികൾ ഇതൊക്കെ കൊണ്ട് തന്നെ അയച്ചത്. പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ നമ്മളെല്ലാം വീട്ടിൽ തുള്ളി നിൽക്കുമ്പോഴേ നമുക്കിതൊക്കെ ഇടുമ്പോൾ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ തോന്നും. അങ്ങനെയൊക്കെ എടുത്ത് കളഞ്ഞതാണ്. പ്രശ്നമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. കാലകാലമുള്ളത് കിട്ടാം. ഇടയ്ക്കൊരു ഡാൻസൊക്കെ കളിക്കാം. ഏത് ഡാൻസ് കളിക്കണമെന്നാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. ഒന്നും മനസ്സിലോട്ട് അങ്ങനെ വരുന്നില്ല. ഒരു ഡാൻസ് ഉണ്ട്, അതിൻ്റെ ഒരു 2 സ്റ്റെപ്പ് അമ്മ കളിച്ചില്ല. സ്റ്റെപ്പൊന്നും അമ്മ അറിയത്തില്ല, അമ്മയുടെ കുഞ്ഞിലെ അമ്മ കളിച്ചിട്ടുള്ളത് കളിച്ചു തരാം. एक दो तीन चार पाँच सात नौ 10 प्यारा 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 जिल 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 इंदसा आया पिया आई बेहा 1 2 3 4 5 7 9 10 प्यारा 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 जिल 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 इंदसा आया पिया आई बेहा. അമ്മ കോളേജിൽ പഠിച്ചപ്പോൾ കളിച്ച ഡാൻസാണ് കേട്ടോ. സ്റ്റെപ്പൊന്നും അറിഞ്ഞൂടെ, ഇപ്പോൾ കളിക്കാൻ വലുതായിട്ടൊന്നും അറിഞ്ഞൂടെ. ഈ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, വയറ്റിലെ സർജറി കഴിഞ്ഞതിന് ശേഷം കളിക്കാനൊന്നും എത്രയൊന്നുമില്ല, വെറുതെ രസത്തിന് കാണിച്ചൊന്നുമില്ല. അപ്പം നമ്മുടെ കറി ഞാൻ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചാളയെ കറി ഞാൻ നല്ല തിളച്ചിട്ടുണ്ട്. കണ്ട കറി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചാള ഇടാം. തലയോടുകൂടി എടുത്തേക്കുന്നുണ്ടോ, വരിഞ്ഞെടുത്ത് വയ്ക്കുക. അപ്പം നമുക്ക് അവനെ ഇങ്ങനെ പറക്കി ഇങ്ങനെ ഓരോന്നും വെച്ച് കൊടുക്കാം. കണ്ട ഇപ്പോൾ വലിയ ചാളയൊക്കെ കിട്ടുന്നുണ്ട്. നീണ്ടാറ് ചന്തയിലൊക്കെ ആണെങ്കിൽ നീണ്ടാറ് ഹാർപ്പിലൊക്കെ പോയി ഇഷ്ടം പോലെ മീൻ കിട്ടും. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നതല്ലേ 8 100 രൂപ.
പക്ഷേ മാർക്കറ്റിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ ഒരുപാട് മീൻ കിട്ടും, നല്ല ഫ്രഷ് മീനും കിട്ടും. ഇത് നല്ല ഫ്രഷ് മീനാണ്, എന്നാലും ഇതിപ്പം 100 രൂപയ്ക്ക് 8 കിട്ടിയത് നമ്മൾ നീണ്ടാലെ പോയി മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു 30 എണ്ണമൊക്കെ 100 രൂപയ്ക്ക് കിട്ടും. നല്ല ലാഭമാണ് നീണ്ടാലയിൽ മീൻ മേടിക്കുക. ഇഷ്ടംപോലെ വാളയൊക്കെ ഉണ്ട് കേട്ടോ, വാളമീനൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വാളമീൻ ഇപ്പോൾ ഒരുപാട് വാളമീനാണ്. കണ്ട നമ്മുടെ ചാള കണ്ട, ഇനി പിന്നെ കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. ഈ ചാളയ്ക്കകത്തൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് ഈ ചാളമീൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ചാളമീനാണ് ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ചാളമീൻ വെച്ചാൽ നമുക്ക് ആ ചാളക്കകത്തുള്ള എണ്ണയും നെയ്യും ഈ മീനിനകത്ത് തെളിയും. എണ്ണ ഒഴിച്ചില്ലേലും പ്രശ്നമില്ല. എണ്ണ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇങ്ങനെ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ചാളമീനിനകത്തുള്ള ഈ നെയ്യും ഈ ചാളക്കകത്തുള്ള ഒരു നെയ്യുണ്ടല്ലോ, നെയ്യും എണ്ണയും അത് ആ കറിക്കകത്തോട്ട് തെളിഞ്ഞ് വരും. ഇപ്പോൾ നല്ല ടേസ്റ്റാണ് സംഭവം കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്നൊന്ന് വേവട്ട്, വെന്തതിന് ശേഷം നമുക്കപ്പോൾ ചോറ് അരി വെന്തോ. അരി വെന്തെങ്കിലേ ഉണ്ടമുളക് ഇരിപ്പുണ്ടേ, അപ്പോൾ ഒരു ഉണ്ടമുളകും 2-3 കൊച്ചുള്ളിയായിട്ട് അമ്മക്കരി പിടിച്ച് കാണിക്കാം. വെന്തില്ല കേട്ടോ, എനിക്ക് ഭയങ്കര വേവാണ്, ഇത് പാടാണ്, നല്ല വേവുണ്ട്. ഇത് തോരനൊന്നും വെക്കുന്നില്ല കേട്ടോ, എന്തോ ഭയങ്കര മടിയാട്ടോ. ഭയങ്കര മടി എന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്, ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയാണ്. അപ്പം വരും ദിവസങ്ങളിലൊക്കെ നമുക്കൊരു സാധനമൊക്കെ ഉണ്ടാക്കാം വീട്ടിൽ. ഇപ്പോൾ രാവിലെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? ചില ദിവസങ്ങളിൽ കാപ്പി കുടിച്ചില്ല ഭയങ്കര പ്രശ്നമാണ്, ചില ദിവസങ്ങളിൽ കാപ്പി കുടിച്ചില്ല പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറെന്തുവാ, ഇതൊക്കെ ഉള്ളു. കറി നല്ല വേവട്ടെ. തിളച്ച് മീൻ ഇട്ടിട്ട് തിളച്ച്. യഥാർത്ഥത്തിൽ ഈ മീൻ കറിയേ നമ്മൾ തവി ഇടാൻ പാടില്ലെന്ന് പറഞ്ഞു, തവി ഇടാതെ പറ്റത്തില്ലല്ലോ. ഈ പണ്ടുള്ള അമ്മമാരാണെങ്കിൽ ഇങ്ങനെ കറി വെച്ചിട്ടൊന്നും പറയാം, ഇവരെ പിടിച്ചിട്ട് ഇങ്ങനെ വയറ്റ് വയറ്റും. ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യും, ചിലപ്പം കയ്യും കാണാൻ പുള്ളിപ്പോയാലേ ചട്ടി വന്ന് തറയുമ്പോൾ കോയിലും അല്ല ചട്ടിയും ചാവയും. അതുകൊണ്ടാണ്. പിന്നെ എന്തോന്ന്, അപ്പോഴേ മക്കളെ ചാളക്കൂട്ടാനൊന്ന് ചെറിയ തീരിരുന്നൊന്ന് പറ്റിച്ച് വേവട്ട്, എന്നതിന് ശേഷം അമ്മ കാണിക്കാം. അപ്പോഴത്തേന് കഞ്ഞിയും വരും. അതാണ്ടേ നമ്മുടെ മീൻ കറി നല്ല വറ്റി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ അമ്മ താണ്ടേ മക്കളെ അമ്മ താണ്ടേ കഞ്ഞി കണ്ട അരി വെന്ത്. അപ്പം നമുക്ക് കഞ്ഞിയും ഉണ്ടമുളക് നോക്കിയപ്പോൾ ഉണ്ടമുളകില്ല, അതുകൊണ്ട് അമ്മ ഈ ഒരു പച്ചമുളക് കഴുകിയെടുത്തതാണ്, 4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ടേ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ കഞ്ഞിയും ഉള്ളിയും പച്ചമുളകും, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കഞ്ഞി കുടിക്കാം, ചൂട് കഞ്ഞിയും ഉള്ളി ആവശ്യം പച്ചമുളക് കഴിക്കാം. നല്ല രുചിയാണ്. പണ്ട് കാലത്ത് നമ്മൾ ഇതല്ലേ കഴിക്കുന്നത്, നല്ല ടേസ്റ്റാണ്. കഞ്ഞിയും ഒരു ഉള്ളിയും ഒരു പച്ചമുളകും ഉണ്ടെങ്കിൽ അത് മതിതാ. അപ്പം എൻ്റെ കാപ്പിയെ കുടിച്ചോ? അമ്മേ അവിടെ പോയിരുന്നു സമാധാനത്തിൽ കഞ്ഞി കുടിക്കട്ടെ. ഓക്കെ, അപ്പോഴേ മക്കളെ ഉച്ചയ്ക്ക് എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ഊണ് വിളമ്പാൻ പോവുകയാണ്. അതാ നമ്മുടെ ചോറ്, ചൂട് ചോറ് കണ്ടോ. അമ്മ ചോറ് ഉച്ചയ്ക്ക് ചൂടാക്കിയായിരുന്നേ. ചൂട് ചോറ്, പിന്നെ നമ്മുടെ ചാളയില്ലായിരുന്നോ, നമ്മൾ ആ പുളി വെച്ച് പറ്റിച്ചത് അമ്മ വറ്റിച്ചത് കണ്ട ചാളയാണ് വറ്റിച്ച്. അപ്പം അമ്മ അതിൽ നിന്ന് ഇത് സൂപ്പർ ടേസ്റ്റായി ചാള വറ്റിക്കുക കേട്ടോ. കപ്പ പുഴുങ്ങിയത് കൂട്ടി കഴിക്കണം മക്കളെ, സെറ്റ് കണ്ട. അതിൻ്റെ ഗ്രേവി ഉണ്ടോ, നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവി തന്നെ കണ്ട. ആ ഗ്രേവിയും ഇട്ട് പിന്നെ നമ്മുടെ എൻ്റെ അമ്മ കൊണ്ടിട്ട് വിട്ട അവിയൽ, അവിയലും എടുത്ത് പിന്നെ കുറച്ച് ഒഴിച്ചു കറി കൊടുത്തു വിട്ടതാണ്ടേ, ഒഴിച്ചു കറി
ആ ഒഴിച്ചേറി അങ്ങോട്ട് അമ്മ ഒഴിച്ച് അതാണ്ടേ അമ്മയുടെ ഉച്ചരത്തെ ഊണ് തട്ടിയാണ് ചോറ്, ഒഴിച്ചേറി, അവിയൽ, ഈ ചാള വറ്റിച്ചത്. അപ്പം നമുക്ക് ചാള വറ്റിച്ചത് ആദ്യം ഇച്ചിരി കഴിച്ചു നോക്കാം ചോറുമായിട്ട്. ചോറിന് നല്ല ചൂടുണ്ട് കേട്ടോ. ഇച്ചിരി അരപ്പ് മാത്രം കിട്ടും. ഇച്ചിരി തണുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ചൂട്. അപ്പം എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? ഓ, അപാര ടേസ്റ്റ് മക്കളെ ചാള വറ്റിച്ചത്. ഇപ്പം ടേസ്റ്റ് ചാളയുടെ ഗ്രേവി വെച്ച് നോക്കാം മെയിനായിട്ട്. ഓ, സൂപ്പർ 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 ടേസ്റ്റ്. എല്ലാ മക്കളും ഈ മീൻ ഇങ്ങനെ വറ്റിച്ച് ചാളയാണ് ഇതിൽ ബെസ്റ്റ്. ചാള ഇങ്ങനെ വറ്റിച്ച് ഉണ്ടാക്കി കഴിച്ച് തുടങ്ങി സൂപ്പർ ടേസ്റ്റാണ്. അപ്പം അമ്മ സമാധാനത്തിൽ ഞാനൊക്കെ ഇട്ടിരുന്ന് സമാധാനത്തിൽ ഇരുന്ന് ആഹാരം കഴിക്കട്ടെ. അപ്പം എല്ലാവരും ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു. അപ്പം അമ്മ ആഹാരം കഴിക്കട്ടെ മക്കളെ. അപ്പോഴേ അമ്മയുടെ പൂക്കൾ എല്ലാം വിളർന്നിട്ടുണ്ട്. കണ്ട പൂക്കൾ. അതിന് ഒരു മുട്ടത്തി വിടാണ്ട് ഇത് രണ്ടെണ്ണം എന്താ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേര് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചുമന്ന മുട്ട വിരിയാറായിട്ടുണ്ട്. മറ്റേ വെള്ളം വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോഴേ അമ്മ കണ്ടേ കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടി ഉപ്പിട്ട് വറുത്ത് വേണ്ട. പിന്നെ കട്ടൻ ചായ. ഈ കട്ടൻ ചായയും കപ്പലണ്ടിയും കഴിച്ചാൽ നല്ല നിറം വെക്കുമല്ലോ. വേണ്ട അവിടെ നമ്മൾ കപ്പലണ്ടിയും കട്ടൻ ചായയും കഴിക്കുക. അങ്ങനെ ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രമല്ല ഉള്ള സത്യമാണ്. കട്ടൻ ചായ കുടിച്ചാൽ നിറം വെക്കുന്നുള്ള കാര്യം. വേണ്ടേ പുറത്തിരുന്ന് കട്ടൻ ചായയും കപ്പലണ്ടിയൊക്കെ കുടിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കണ്ട് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സന്തോഷമാണ്. നിങ്ങളൊക്കെ കുടിച്ചിട്ട് സമാധാനത്തിൽ പോയി കുടിക്കണം. നിങ്ങൾ നാളെ കട്ടൻ ചായ കുടിച്ചോ അതോ ചായ ആയിരുന്നോ? അപ്പം അമ്മ നല്ല സൂപ്പർ കപ്പലണ്ടി, ചൂട് കപ്പലണ്ടി വറുത്തത് കഴിക്കുകയാണ്. കട്ടൻ ചായയും കുടിക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ വേലിച്ചിട്ട് താമസിട്ടുണ്ട്. 4 മണി സമയത്ത് വേലിച്ചിട്ട് താമസിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കാനേ പറ്റത്തില്ല. ഭയങ്കര ചൂടാണ്, വെയില. എല്ലാ മക്കളും എന്തോ ചെയ്യുമോ? കാരണം കപ്പലണ്ടി കഴിഞ്ഞിട്ടോ. ഈ കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ തീരുന്ന അറിയത്തില്ല. പെട്ടെന്ന് അറിയത്തില്ല. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊമ്പെട് കുറുങ്കുഴൽ നഗൽപുറം കൊടു നഗരതീരങ്ങളിലഹരിയിൽ കുതിരകൾ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. സന്ധ്യയ്ക്ക് എന്തായാലും വിളക്കാൻ കത്തിച്ചോ. അപ്പം നമ്മൾ വിളക്ക് എത്തിക്കാൻ പോവുകയാണേ. ഇനി നമുക്ക് കുറച്ച് നേരം വെളിയിൽ പോയി ഇരിക്കാം കേട്ടോ. വെളിയിൽ കണ്ട നല്ല ആകാശമാണ്, സന്ധ്യ സമയത്ത് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പിന്നെ നമ്മുടെ
ആകാശം ഇങ്ങനെ നോക്കി പോകുന്നില്ല എനിക്ക് കുറേ നേരം നല്ല രസമാക്കത്. ഞാൻ ആകാശത്ത് നോക്കി പോകുന്നുണ്ടെങ്കിൽ ഇരിക്കാൻ നല്ല രസമാണ്. എല്ലാവരും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അപ്പോൾ അവൻ രാത്രിക്കുള്ള ചോറ് വിളക്കുവാണ്. ചോറ് ഉച്ചലത്തെ കറികളൊക്കെ തന്നെയാണ് രാത്രിയും. ചോറ് വിളമ്പി, പിന്നെ അവിയൽ, വിളമ്പി, മീൻ വറ്റിച്ചത്, ചാമീൻ വറ്റിച്ചത് അതുകൊണ്ട്. പിന്നെ നമ്മുടെ ഒഴിച്ചുകൂട്ടാനുണ്ട്. അപ്പോൾ ഇത്രയാണ് അമ്മയുടെ രാത്രിത്തെ ആഹാരം. ചോറ്, മീൻകറി, അവിയൽ, ഒഴിച്ചുകൂട്ടാൻ. അപ്പോൾ നമുക്ക് ചോറും മീൻകറിയായിട്ട് കഴിക്കാം. ആദ്യം അരപ്പുണ്ട്, അമ്മ എടുത്തില്ല. അരപ്പിനും ചട്ടിയുണ്ട്. ഉണ്ട്. ഉണ്ടോ? മീൻകറിയായിട്ട് കഴിച്ചു നോക്കാം. എല്ലാവരും രാത്രി ആഹാരം കഴിച്ചോ? സൂപ്പർ. അപ്പോൾ അമ്മ ചോറ് കഴിക്കുകയാണ്. നമുക്ക് അവിയലും മീൻ കറിയും ഇട്ട് കഴിക്കാം. അമ്മ ചോറ് കഴിക്കുകയാണ്. ചോറ് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് അമ്മ കിടക്കും. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.